ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, കെ.എസ്. ബൈജു എന്നിവർക്ക് ജാമ്യമില്ല. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ഇരുവരും ഹൈക്കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി രേഷ്മ ബാബു നമുക്കൊപ്പം ചേരുകയാണ്. രേഷ്മ, കനത്ത തിരിച്ചടിയാണ് എൻ വാസുവിനടക്കം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ജാമ്യാപേക്ഷ തള്ളുന്നു, വീണ്ടും ജാമ്യമില്ല എന്നുള്ളത് വ്യക്തമാവുകയാണ്. പറയൂ രേഷ്മ. രാഖി, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ 3 പ്രതികളുടെ ജാമ്യാപേക്ഷകളാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അല്പസമയം മുൻപ് തള്ളിയത്. മുരാരി ബാബു, എൻ വാസു, അതോടൊപ്പം തന്നെ കെ.എസ്. ബൈജു, ഈ 3 പേരുടെ ജാമ്യാപേക്ഷകൾ ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചാണ് തള്ളിയത്. മൂവർക്കും ജാമ്യമില്ല. പ്രധാനമായിട്ടും സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ, അതായത് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഇത്തരമൊരു നടപടി. നേരത്തെ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളായിരുന്നു മൂവരുടെയും ജാമ്യാപേക്ഷകൾ പരിഗണിച്ച സമയത്ത് ഹൈക്കോടതിക്ക് മുന്നിൽ നടന്നത്. അതായത് എൻ വാസു ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വാദം, ഈ സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തി എന്നുള്ളതാണ് തനിക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റം. പക്ഷേ താൻ നിരപരാധിയാണ്, ഈ സ്വർണം പൊതിഞ്ഞതാണ് ഈ കട്ടളപ്പാളി ഉൾപ്പെടെയുള്ളവ എന്ന് സ്ഥിരീകരിക്കുന്ന, സാധൂകരിക്കുന്ന തെളിവുകളായിട്ട് രേഖകളൊന്നും തന്നെ ദേവസ്വത്തിന്റെ പക്കലോ സംസ്ഥാന സർക്കാരിന്റെ പക്കലോ ഇല്ല എന്നുള്ളതാണ് എൻ വാസു ഹൈക്കോടതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം. പക്ഷേ സംസ്ഥാന സർക്കാരിന് രേഖകളൊന്നും തന്നെ ഹാജരാക്കാൻ സാധിച്ചില്ല എങ്കിലും പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി ഈ ഒരു സാധൂകരിക്കുന്ന തെളിവായിട്ട് സമർപ്പിക്കാൻ സാധിച്ചിരുന്നു. അതായത് ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരി ഇത് സ്വർണം പൊതിഞ്ഞവയായിരുന്നു, ഈ കട്ടിളപ്പാളി, ശ്രീകോവിലിന്റെ പാളികളൊക്കെ തന്നെയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. അതുമാത്രവുമല്ല, ഈ കുറ്റങ്ങൾ കൃത്യമായിട്ട് SIT കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകളും രേഖകളുമുണ്ട്. അന്വേഷണം വിശദമായിട്ട് നടക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഈ 3 പേർക്കും ജാമ്യം നൽകുന്നത് ഈ അന്വേഷണത്തെ സാരമായിട്ട് ബാധിക്കാൻ ഇടയുണ്ട് എന്നുള്ളതായിരുന്നു മറ്റൊരു വാദമായിട്ട് സംസ്ഥാന സർക്കാർ, അതായത് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. ഇതിന്റെ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്നുള്ള ഒരാവശ്യം സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ഉന്നയിച്ചു. ആ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടും ഹൈക്കോടതി 3 പേരുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. മുരാരി ബാബു എന്ന് പറയുന്നത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്, ഈ കേസിലെ 2ാം പ്രതിയാണ്. എൻ വാസു അന്ന് 2019 ദേവസ്വം കമ്മീഷണറായിരുന്നു, പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. കേസിലെ 3ാം പ്രതിയാണ്. കെ.എസ്. ബൈജു എന്ന് പറയുന്നത് സ്വർണ്ണ കവർച്ച കേസിലെ 7ാം പ്രതിയാണ്. ആ 2019 കാലഘട്ടത്തിൽ തിരുവാഭരണം കമ്മീഷണറായിരുന്നു കെ.എസ്. ബൈജു. കെ.എസ്. ബൈജുവിനെതിരായിട്ടുള്ള കുറ്റമെന്ന് പറയുന്നത് മനഃപൂർവ്വം ഈ ഒരു ഇലക്ട്രോപ്ലേറ്റിങ്ങിനായിട്ട് സ്വർണ്ണപ്പാളികൾ കൈമാറുന്ന സമയത്ത് മാറി നിന്നു. സാധാരണ രീതിയിൽ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം വേണം, കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വേണം. പക്ഷേ മനഃപൂർവ്വം ഗൂഢാലോചനയ്ക്ക് വേണ്ടിയിട്ട് കെ.എസ്. ബൈജു മാറി നിന്നു എന്നുള്ളതായിരുന്നു SIT സംഘത്തിന്റെ കണ്ടെത്തൽ. 2019 ഈ സ്വർണം പൊതിഞ്ഞ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്ന സമയത്ത് അത് ചെമ്പ് പാളികളായിട്ട് രേഖപ്പെടുത്തി അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകിയത് അന്നത്തെ ദേവസ്വം കമ്മീഷണറായ എൻ വാസുവാണ്. പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുകയും സമാനമായിട്ടുള്ള രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചുകൊണ്ടുള്ള നിലപാടാണ് എൻ വാസു സ്വീകരിച്ചതെന്നും SIT കണ്ടെത്തിയിരുന്നു. മുരാരി ബാബു അന്ന് ആ ഒരു കാലഘട്ടത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു, 2ാം പ്രതിയാണ് കേസിലെ. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണ കട്ടിളപ്പാളി അടക്കം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് മഹസറിൽ വെറും ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് മുരാരി ബാബുവാണ്. എന്തായാലും ഈ 3 പേർക്കുമെതിരായിട്ടുള്ള കുറ്റങ്ങൾ തെളിവുകൾ സഹിതം SITക്ക് കണ്ടെത്താൻ സാധിച്ചു. ഒപ്പം തന്നെ മൂവർക്കും ജാമ്യം നൽകുന്നത് അത് നീതി നിഷേധമാകുമെന്ന സർക്കാരിന്റെ വാദം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഹൈക്കോടതി മൂവരുടെയും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. രാഖി. രേഷ്മ, എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, കെ.എസ്. ബൈജു എന്നിവർക്ക് ജാമ്യമില്ല എന്നുള്ളതാണ്. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി ഇരുവരും ഹൈക്കോടതിയിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ 3 ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിട്ടുണ്ട് എന്നുള്ളതാണ്. രേഷ്മ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.